ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും അധ്യായങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള കൃപ ദൈവം നമുക്കെല്ലാവർക്കും നൽകി തന്നു. എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും ഉള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. മനോഹരമായ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവകാലത്ത് നൽകി തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. അബ്രഹാമിനെയും സഹാക്കിനെയും യാക്കോബിനെയും ഒക്കെയും വഴി നടത്തിയ കർത്താവ്, ഞങ്ങളെ ദിനംതോറും വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രനാഥ. ഞങ്ങളുടെ കൃപയും സമാധാനവും കൂടെ ഉണ്ടായിരിക്കണമേ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണമേ. മാനവമുഖത്ത് കർത്താവ് എടുക്കണം. യേശു കർത്താവിന് നാം ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസ പാതകം അവസാനം നമ്മൾ ചിന്തിച്ച വിഷയമാണത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനാണ് പോകുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്താണ്. എന്താണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്താണ് വിശ്വാസത്താലുള്ള നീതീകരണം? ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്തിലുള്ള നീതീകരണം. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചാലും വിശ്വാസത്തിലുള്ള നീതീകരണം പഠിക്കാതെ വിശ്വാസം സംബന്ധിച്ച് ഈ വിഷയങ്ങൾ പൂർണ്ണമാകുകയില്ല. നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹവുമാണ്. നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്? നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരണമുള്ളവനായി മാറി പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ്റെ ഗുണമിടയായി തീരുന്നത്? ഒരൊറ്റ മാധ്യമത്തിലൂടെ മാത്രമാണ് നമുക്ക് നീതീകരിക്കാൻ തക്കൊണ്ട് സാധിക്കുള്ളൂ. ലോകത്തിലെ സകല മനുഷ്യരും നീതീകരണത്തിന് വേണ്ടി തീർത്ഥാടനം ചെയ്യുന്ന അല്ലെങ്കിൽ തീർത്ഥാടകരാണ്. ഓരോ കാലഘട്ടത്തിലും ആളുകൾ നീതീകരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശുദ്ധരാണ്, ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരാത്മാർത്ഥമായിട്ടാണ് കേട്ടോ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല, സ്വയം ആത്മാർത്ഥമായിട്ട് ദൈവമേ എനിക്ക് നീതി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നത് കാണുവാൻ കൊണ്ട് സാധിക്കും. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് എപ്രകാരമാണ് ഒരു നീതീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്? ഒരേ ഒരു മാർഗമാണ് അത് നമ്മുടെ മുമ്പിലുള്ളതെന്ന് കാണുവാൻ സാധിക്കും. വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. വിശ്വാസത്താലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നതെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നീതിമാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. അവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ പ്രധാനകൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനാണ് എല്ലാത്തിൻ്റെയും പ്രാധാന്യമുള്ളവനെന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വിശ്വാസത്താലല്ലാതെ ഒരു വ്യക്തിയും നീതീകരിക്കപ്പെടുകയില്ല എന്ന് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്നതുകൊണ്ടാണോ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്? ന്യായപ്രമാണം അനുസരിക്കുന്നതുകൊണ്ടാണോ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത്? ഒരിക്കലുമല്ല. പകരം അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കാരണം അവൻ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അവൻ സ്വയം വിശ്വസിക്കുകയാണ്. യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരകനായിട്ട് മരിച്ചു എന്ന് പരിപൂർണമായിട്ട് അവൻ വിശ്വസിക്കുമ്പോൾ, പരിപൂർണമായി അവൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആണ് അവൻ നീതീകരിക്കപ്പെടുന്നത് കാണുന്നത് സാധിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുസിദ്ധതയെയും പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലെയും പ്രശംസിക്കുന്നു. അപ്രകാരം നാം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഗലാത്യലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കാം. ഗലാത്യലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അതവന് നീതിയായി തീർന്നു എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. പ്രിയ മക്കളെ, വിശ്വാസം ആണ് നീതീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ 3 ഘടകത്തിലൂടെയാണ് കടന്നു പോകുന്നത്: നീതീകരണവും, വിശുദ്ധീകരണവും, മഹത്വീകരണവും. ഒന്നാമത്തോടെ ഒരു പാപിയായിരിക്കുന്ന വ്യക്തി പാപത്തിൽ നിന്നും മാറി അവൻ നീതീകരിക്കപ്പെടുക എന്നതാണ് ഒന്നാമത്തായിട്ട് അവൻ മനസ്സിലാക്കുന്നത്. ആ നീതീകരണ അവസ്ഥയിലേക്ക് അവൻ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നിവൃത്തി എന്നോണം നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായ ദൈവം മരിച്ചു എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ തക്കോണം സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ധാരാളം തെറ്റിലേക്ക് കടക്കുമ്പോൾ പ്രിയ മക്കളെ, ആ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കുണ്ട് മരിച്ചു, ആ പാപത്തിൻ്റെ പരിഹാരകനായി നമ്മുടെ ദൈവമുണ്ട് എന്നുള്ള അചഞ്ചലമായ വിശ്വാസം, അചഞ്ചലമായിട്ടുള്ള ഭക്തി അവന് ഉണ്ടാകുമ്പോഴാണ്, ദൈവത്തോടുള്ള ആരാധന ഉണ്ടാകുമ്പോഴാണ് ആ പാപത്തിനൊക്കെയും ഓരോ പാപത്തിൻ്റെ പരിഹാരത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിക്കാൻ തക്കണം ഇടയായി തരുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര, അനേകമായിട്ടുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി, മാതാവേ, പിതാവേ, ഹൃദയംഗമായി ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനക്കാരനായിട്ട് ദാവീദിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അവൻ പാപിയായിരുന്നു. വഞ്ചനയും വ്യഭിചാരവും കള്ളത്തരങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ് അവൻ പാപത്തിൽ വളരെ നിബന്ധിപ്പിച്ചു പോയ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവന് പരിശുദ്ധാത്മാവിന് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ ആ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് ലോകപ്രകാര സന്തോഷത്തിൽ അവരെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ. അവന് അന്നുവരെയും ലഭിച്ചിരിക്കുന്ന ലോകപ്രകാരമുള്ള സന്തോഷമാണ്. ആ ലോകപ്രകാര സന്തോഷം അവൻ വല്ലാതെ മതിച്ചിരുന്നു, അവൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചൊലിച്ചിരുന്നു. ആ ലോകപ്രകാരമുള്ള സന്തോഷം അവനെ വളരെ ഞെരുക്കി അവന് വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ
എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് നൽകണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ആത്മാവിൽ കപടമില്ലാതിരിക്കുക, കാപഠ്യമായ ചിന്തയിൽ നിന്നൊക്കെയും വിടുതൽ ലഭിക്കുക, അതൊരു വലിയ നന്മയാണ് പ്രിയ മക്കളെ. അത് വലിയ നന്മയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. ആ ഒരു വലിയ രക്തപാതകത്തിൽ നിന്ന്, ദുഷ്ടചിന്തയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കൊണ്ട് ദൈവം കൂടെയുണ്ട് എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ ഞാൻ സ്വന്തമായി നീതീകരിക്കപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം പ്രവൃത്തിയാണ് ഞാൻ കാണിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ സ്വഭാവത്തിൽ ഞാൻ നീതിമാനാണെന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്, യാതൊരു വിധമായ കാര്യമല്ല. പക്ഷേ ആ നീതി കൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. രക്ഷ കിട്ടുക കൊണ്ട് ആ ഒരു രീതി നമുക്ക് ദൈവത്തിന് മുമ്പാകെ നമുക്ക് അത് ഉൾക്കൊള്ളിക്കാൻ കൊണ്ട് സാധിക്കില്ല. നമുക്ക് സ്വന്തമായ നീതി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായി നടക്കണം, ന്യായപ്രമാണം നടക്കണം, വിശുദ്ധരായിരിക്കണം. പക്ഷേ നമുക്ക് ദൈവത്തിന് മുമ്പാകെ പ്രവേശനം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്കൊരു അഡ്മിഷൻ ലഭിക്കുവാൻ നമുക്കൊരിക്കലും നമ്മുടെ ന്യായപ്രമാണം അനുസരണം കൊണ്ടൊരിക്കലും ലഭ്യമാകുകയില്ല എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ വിശ്വസിക്കുക, അത് നമുക്ക് ദൈവത്തിന് വലിയ അനുഗ്രഹമാണെന്ന് കാണുന്നത്. നമുക്ക് അടുത്ത വാക്യം എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്: നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ അത്രേ ആകുന്നു. നമ്മൾ വിശ്വാസത്തിലാണ് ജീവരക്ഷ പ്രാപിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ജീവരക്ഷ പ്രാപിക്കുന്നത്. അപ്പം രക്ഷ പ്രാപിക്കുന്നത് എന്തിനാണ്? വിശ്വാസത്താലാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ആ രക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് നിശ്ചയമായി നമ്മൾ വിശ്വാസത്താലെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. വീണ്ടും എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്: വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിനോട് കായീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്താലാണ് ഹാബേൽ കായീൻ്റെതിനെക്കാട്ടിലും ഉത്തമമായ യാഗം കഴിക്കുന്നത്. ഇപ്പം ന്യായപ്രമാണം അനുസരിക്കുന്ന ഉപരിയായിട്ട് ആദ്യമായിട്ട് വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനം എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഓരോ പടിയായി നമ്മൾ ചിന്തിച്ച് വരികയാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ നമുക്ക് ക്ഷമിച്ച് നൽകുന്നവനായ കർത്താവ്, ആ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക. അപ്പോൾ നിശ്ചയമായും നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നൽകുവാൻ തൊക്കണം ദൈവം നമ്മെ സഹായിക്കും. അതാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. അരുമരക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയുടെ കുലത്തളത്തിൽ നമുക്ക് വേണ്ടി മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. നമ്മുടെ ശരീരം വെറും മണ്ണാണ്. ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവും, സങ്കടമുണ്ടാവും, ദുഃഖമുണ്ടാവും, നെടുവീർപ്പുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകണം. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകണം.
സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് മാറണം. ഈ ഭൂമി നശിക്കാൻ പോകും, നശിച്ച് ഭൂമി പൊടിപൊടെ പൊട്ടുന്നു, കിടുകിട കീറുന്നു എന്ന് പറയുമ്പോൾ അപ്രകാരം നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹത്തിന് അപ്രകാരം ആ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നീതിമാനായിരിക്കുക. ആ നീതിമാനായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം വിശ്വസിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തിൽ ആയിരിപ്പാണ്ട് കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നീതിമാനായിരിക്കുക, അതിന് വിശ്വാസത്തിൽ ജീവിപ്പാണ്ടക്കൊണ്ടും ഇടവരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനേകമായ തിക്ത അനുഭവങ്ങൾക്കുള്ള കടന്നു പോകാം. ജീവിതത്തോട് മല്ലടിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ശാന്തമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഒഴിക്കുമാറാകട്ടെ. ഒരിക്കലൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹം. ഒരിക്കലൊരു ആല, നമുക്കറിയാം, ഇരുമ്പ് സാധനങ്ങളൊക്കെ അടിച്ച് നിരത്തി, അതുപോലെ തന്നെ മറ്റ് പണി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ആല. ഒരു മഴക്കാലമാണ്, കോരിച്ചൊരിയുന്ന മഴ, കൊടുങ്കാറ്റും പേമാരിയുള്ള പെരുമഴ. അപ്പോൾ ഒരു പാമ്പ്, പാമ്പിനെയൊക്കെ മഴ പെയ്യുമ്പോൾ മാളത്തിരിക്കാൻ തൊക്കെ സാധിക്കത്തില്ല. അത് ഇറങ്ങി പതിയെ ഈ ആലിലേക്ക് വന്നു. അതിൻ്റെ ഇരുമ്പ് കഷ്ണങ്ങൾക്കടിയിലേക്ക് ചുരുണ്ട് കയറി അങ്ങോട്ടിരുന്നു. പാമ്പ് വിചാരിച്ചു, ആശ്വാസം. കോരിച്ചൊരുന്ന പേമാരിയിൽ തണുത്ത് ഉള്ള ഈ പേമാരിയിൽ ചുരുണ്ട് കൂടി ആ ഇരുമ്പ് കഷ്ണത്തിനടുത്തേക്ക് കയറിയിരുന്നു. അപ്പോൾ ഒരു കൊടും മഴയത്ത് എന്തോ ഒരു സാധനം, ഒരു ജീവിയാണോ എന്നറിയില്ല, എന്തോ ഒരു ജീവി ഈ പാമ്പിൻ്റെ പുറത്തേക്ക് വന്ന് വീണു. പാമ്പ് വന്ന വീഴ്ചയിൽ പാമ്പിന് ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. പാമ്പ് വിചാരിച്ചു, ഇതെന്ത് ജീവിയാണ് എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്നത്? പാമ്പ് അതിശക്തമായിട്ട് ആ ജീവിയെ കൊത്താൻ തുടങ്ങി. ഒരു പ്രാവശ്യം കൊത്തി, അതിന് സംഭവിച്ചില്ല. കണ്ണുമടച്ച് പേടിച്ചിരണ്ട് പാമ്പ് 1, 2, 3 അങ്ങനെ ഞാൻ കൊത്താൻ തുടങ്ങി. അതിൻ്റെ വിഷമെല്ലാം ചീറ്റി അതിലേക്ക് ഇറക്കാൻ തുടങ്ങി. വിഷമെല്ലാം തീർന്നു, പല്ല് കൊഴിഞ്ഞ്, മുഖം മുറിഞ്ഞ്. കുറേ നേരമായപ്പോൾ ആ പാമ്പ് ആ സത്യം തിരിച്ചറിഞ്ഞു. വാസ്തവത്തിൽ ഞാൻ കൊത്തുന്നത് ഒരു ഇരുമ്പ് കഷണത്തിലാണ്, അത് ജീവിയൊന്നുമല്ല, ഇരുമ്പ് കഷണമാണ്. പ്രിയതേ മക്കളെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന അനേകമായ തിക്ത അനുഭവങ്ങൾക്കെതിരെ നാം പോരാടി നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയാണ്. ഒരിക്കലും അതിനൊന്നും സംഭവിക്കും കാരണം നമ്മുടെ ജീവിതത്തിലാണ് പിഴകൾ സംഭവിക്കുന്നത്. മക്കളെ, അത് നമ്മുടെ ജഗത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കുന്നത് നമുക്ക് പറ്റിയെങ്കിൽ നമ്മളതിനെ ക്ഷമിക്കുക, സഹിക്കുക, മറക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അതിനോട് പോരാടി നമ്മുടെ ജീവിതം മുഴുവൻ വേസ്റ്റ് ചെയ്ത് കളയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായ ശക്തിയും ഊർജ്ജവും എല്ലാം നമ്മൾ ഈ ഭൂമിയിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കളയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവിശ്വാസിയായിട്ട് മുന്നോട്ട് പോവുക. പലവിധമായ പ്രയാസങ്ങൾ നമ്മളെ വേദനിപ്പിക്കും, പലവിധമായിട്ടുള്ള പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വരും, പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് നേരിടേണ്ടി വരും. പക്ഷേ അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്, അതൊന്നും നമ്മൾ കാണരുത്. ദൈവത്തെ മാത്രം കാണുക.
ദൈവത്തെ മാത്രം കാണുക എന്ന് കാണാൻ നോക്കാൻ സാധിക്കുന്നു. നമുക്ക് ഒരു വാക്കിയുടെ വായിച്ച് അവസാനിപ്പിക്കാം. എബ്രായർക്ക് ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിലനിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, വിശ്വാസത്തിൻ്റെ നായകൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. ഇവിടെ പറയുന്നു, സകല ഭാരവും, നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന സകല ഭാരവും, നമ്മുടെ ചുറ്റും ഒരു പുറത്ത് നിൽക്കുന്ന നമ്മുടെ മേലിലേക്ക് പറയുന്ന സകലവിധമായ ഭാരവും പാപവും ഇട്ടകന്ന് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക, സ്ഥിരതയോടുകൂടി ഓടുക. അതാണ് വിശ്വാസ നായകനായ കർത്താവ്. അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. നമ്മൾ ചിന്തിച്ച എല്ലാ വിഷയങ്ങളും വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. ആ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ നായകനായിട്ടുള്ള കർത്താവിനെ മാത്രം അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ്റെ ഗുണം സഹായിക്കട്ടെ. ആ യേശുവിനെ നമ്മൾ സമർപ്പിക്കുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, വിശ്വാസത്തിൽ നീതീകരണം പ്രാപിക്കുക. വിശ്വാസത്തിൻ്റെ നായകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്നു. പ്രിയ മക്കളെ, അവനെ ഓർത്തുകൊണ്ട്, സന്തോഷം ഓർത്തുകൊണ്ട്, അപ്പോൾ ഈ ഭൂമിയിലുള്ള സകലവിധമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെയും മറന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമുണ്ട്. അല്ലാതെ ഇപ്പോഴുള്ള സന്തോഷം നോക്കിയിട്ടല്ല, നമുക്ക് ഇനി മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നത്. അപ്രകാരം വിശ്വാസത്തിൻ്റെ നായകനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കണം. ദൈവം നമ്മെ ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വിശ്വാസത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവിനെ നോക്കുക, ആ യേശുവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്രകാരമുള്ള ആ പ്രതിസന്ധിയിൽ നിന്നും അകന്നുകൊണ്ട്, അതൊക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട്, അതൊക്കെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിന് ആ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാമെന്നൊക്കെ കർത്താവ് ഈ നാളുകൾ സഹായിച്ചുവല്ലോ. ഞങ്ങൾക്ക് അവസാനമായി പഠിച്ചു നിർത്തിയത് വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കുക. ഞങ്ങളുടെ ഓട്ടം അലക്ഷ്യമാക്കുക, സ്ഥിരമായിട്ട് ഓടുക. അങ്ങനെ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. സകല മാനവമോഹത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.